ഹായ് ഓൾ, വെൽക്കം ടു കാരോൺ മൺ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തീസാണ് കേട്ടോ. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സ്റ്റോക്കിൽ കുർത്തീസ് ആഡ് ചെയ്യുന്നത്. സാരീസ്, മെറ്റീരിയൽസ്, അങ്ങനെ പല പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുർത്തീസ് കുറച്ച് നാളായിട്ട് സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഇനിയിപ്പം കുറച്ച് വീഡിയോസ്, കുറച്ചേറെ ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുർത്തീസും ഡ്രസ്സസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പുതിയ സ്റ്റോക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മളോട് പുതിയ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്താസാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള എ ലൈൻ കുർത്തീസാണ് കേട്ടോ. എ ലൈൻ പാറ്റേൺ വന്നിട്ടുള്ള കുർത്തീസാണ്. ഇങ്ങനെ നെക്ക് പോർഷനിൽ സെപ്പറേറ്റ് ഒരു പാച്ചസ് വെച്ച് സെപ്പറേറ്റ് ഒരു പാച്ച് വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കാണ്. അതുപോലെ തന്നെ ബോട്ട് നെക്കാണ് വന്നിരിക്കുന്നത്. ബോട്ട് നെക്കിൻ്റെ ടോപ്പിൽ ഒരു ടൈ കൂടെ കൊടുത്തിട്ടുണ്ട്. ടൈ നോട്ട് കൊടുത്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ്. ഞാൻ ഈ വേറെ ഇരിക്കുന്നതിൽ ഒരു ചെറിയ പഫ് സ്ലീവ് വന്നിട്ടുള്ള, അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൽബോയുടെ ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. എൽബോ താഴേക്ക് പോയിട്ടില്ല. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു സെപ്പറേറ്റ് പാച്ച്, ആ നെക്കിൽ കൊടുത്തിട്ടുള്ള ആ സെപ്പറേറ്റ് പാച്ച് വെച്ചിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ എ ലൈൻ പാറ്റേൺ, ഫ്രണ്ടിൽ എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഒരു കുർത്ത വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്? നല്ല ഭംഗിയുള്ള കുർത്തയാണ്. പ്രത്യേകിച്ച് ബ്ലാക്കിൽ വരുമ്പോൾ എല്ലാവരും ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്കിൽ. ആ ഒരു സെപ്പറേറ്റ് പാച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുർത്തയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ള കുർത്തയുടെ ഷെയ്ഡ് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് മാത്രമാണ്. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം, എൽ, എക്സൽ, XXL ആണ്. 4 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സൈസും അതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു എ ലൈൻ പാറ്റേൺ വരുന്ന ഈ ഒരു കുർത്ത റേറ്റ് വരുന്നത് 799 ആണ്. ഇനി അടുത്ത പാറ്റേൺ വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള സ്ലിറ്റർ കുർത്തീസ് ആണ്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടുത്ത് വന്നിട്ടുള്ളത് കോട്ടൺ കാന്ത ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ്. 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കും. ഫസ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സ്ലിറ്റഡ് ആണ് കുർത്തി വന്നിട്ടുള്ളത്. വിത്ത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വീനെക്കാണ് വന്നിട്ടുള്ളത്. കർവ്ഡ് ആയിട്ടുള്ള വീനെക്കിൽ, നെക്ക് പോർഷനിൽ ആ വീനെക്കിൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക്, മിറേഴ്സും ട്യൂബേഴ്സും വെച്ചിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തതാണ് നമുക്ക് ഈ കുർത്ത വന്നിട്ടുള്ളത്. അടുത്ത് വരുന്നത് ഈ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ്, ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ഈ കുർത്ത വന്നിട്ടുള്ളത്. നെക്കിൽ നല്ല ഭംഗിയായിട്ട് മിറേഴ്സും ട്യൂബേഴ്സും വെച്ചിട്ടുള്ള വർക്കാണ്. ഇതിന് റേറ്റ് വരുന്നത് 750 ആണ്. നമുക്കിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം, എൽ, XL, XXL ആണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോയും ബാക്കി ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും.